തിരുവല്ല ഉപദേശക്കടവ് പാലം നാടിന് സമർപ്പിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും പണം വകയിരുത്തിയാണ് നാട്ടുകാരുടെ ചിരകാല ആവശ്യമായിരുന്ന പാലം നിർമ്മിച്ചത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ പമ്പാ നദിക്ക് കുറുകെയുള്ള ഉപദേശക്കടവ് പാലം 23.73 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത്. 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് പശ്ചാത്തല വികസനത്തിലുണ്ടായ മാറ്റം ജനം അനുഭവിച്ചറിയുന്നുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്ത് 5 വർഷം കൊണ്ട് 150 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി. പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ചതായും മന്ത്രി പറഞ്ഞു. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്ന് കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണ്ടതുണ്ട്. നമുക്കൊന്നിച്ച് ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. സമ്മേളന ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഈ മാറ്റങ്ങൾ വലിയ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജില്ലയിൽ തിരുവല്ലയാകട്ടെ, ആറന്മുളയാകട്ടെ, റാന്നിയാകട്ടെ, അടൂരാകട്ടെ, കോന്നിയാകട്ടെ, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, കോടിക്കണക്കിന് രൂപയുടെ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ സാധ്യമാകുന്നത്. മാത്യു ടി തോമസ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജനപ്രതിനിധികളും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ പമ്പാ നദിക്ക് കുറുകെയുള്ള ഉപദേശക്കടവ് പാലം 23.73 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം സാമീപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് V ആന്റണി, നിഷ അശോകൻ, കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി R പണിക്കർ, വൈസ് പ്രസിഡന്റ് ജിവിൻ P വർക്കി, ഗ്രാമപഞ്ചായത്ത് അംഗം MN സജി, ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.